നിറയെ വള്ളിപ്പടർപ്പുകളുള്ള ഒരു ക്ഷേത്രം. അതും കാട്ടിലൊന്നുമല്ല. പാലക്കാട് ജില്ലയിലെ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ക്ഷേത്രം. ഓരോ ക്ഷേത്രത്തിനും അവിടുത്തേതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി വനദുർഗ പ്രതിഷ്ഠ, മേൽക്കൂരയില്ല, കുളത്തിന് മേലെ കെട്ടിപ്പൊക്കിയിട്ടുള്ളതാണ്. ഏറ്റവും വലിയ ഗോപുരങ്ങളിൽ ഒന്നാണ് ഇവിടെ ഉള്ളത്. വെളിച്ചപ്പാട് കുളത്തിൽ നിന്നാണ് ഉറഞ്ഞു തുള്ളുന്നത്. ചട്ടിയിലാണ് നിവേദ്യം ഇവിടുത്തെ. ഇങ്ങനെ ഒത്തിരി സ്പെഷ്യാലിറ്റിയുള്ള ഇരട്ടക്കുളങ്ങര ക്ഷേത്രം, പാലക്കാട് ജില്ലയിലെ കോട്ടായിലെ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് ഇന്ന് ദർശനം പുണ്യം എന്നുള്ള നമ്മുടെ സുരേഷൻ ചാനലിൻ്റെ സീരീസിൽ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് വരുന്നത്. പോകാം വീഡിയോയിലേക്ക്. എൻ്റെ പേര് സുരേഷ് ബാബു. വെൽക്കം ടു മൈ ചാനൽ സുരേഷം. പാലക്കാട് ജില്ലയിലെ കോട്ടായി ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് ഈ വഴിയാണ് പോവുക. കോട്ടായി കുഴൽമന്നം റൂട്ടിലെ മാത്തൂർ അഗ്രഹാരം സ്റ്റോപ്പിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. കോട്ടായിൽ നിന്ന് ഒരു 2.5-3 കിലോമീറ്റർ വരും കേട്ടോ. കുത്തനൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് പുളിനെല്ലി വഴിയും 2 കിലോമീറ്റർ ദൂരത്തിൽ ഈ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. കുളത്തിന്റെ മേലെയാണ് ക്ഷേത്രം നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കണ്ടോ, പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലം എന്ന് വെച്ചാൽ മേൽക്കൂരയില്ല, ചെറിയൊരു വനം തന്നെയാണ് ഇതിൻ്റെ ഉൾവശം. ഇപ്പോൾ ഈ കാണുന്ന മേൽക്കൂരയും കാര്യങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതാണത്രേ. മുമ്പ് ഇവിടെ ഫുൾ വള്ളിപ്പടർപ്പാണ് എന്ന്. എൻ്റെ കല്യാണം നടന്നതും ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. മംഗല്യഭാഗ്യത്തിനും ഒരുപാട് കല്യാണങ്ങളും ഉദ്ദിഷ്ട കാര്യത്തിനും നിരവധി ഭക്തർ ഇവിടെ വരാറുണ്ട്. കുളത്തിനോട് ചേർന്ന് ചെറിയൊരു വനം പോലെയുള്ള രീതിയിലുള്ള ഒരു ക്ഷേത്രം. വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കഴിഞ്ഞ 43 വർഷത്തോളമായിട്ട് ഇവിടുത്തെ മേൽശാന്തിയാണ് ശ്രീ കണ്ണൻ സ്വാമി. ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാമി തന്നെ നമുക്ക് ആധികാരികമായിട്ട് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 33 മിനിറ്റാണ് ഈ വീഡിയോ ഉള്ളത്. അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇത്ര ദൈർഘ്യമേറിയതാണെങ്കിലും എടുത്തിട്ടുള്ളത്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. മറ്റു ക്ഷേത്രങ്ങളെ പോലെ മുന്നിൽ നിന്നിട്ടല്ല, വിഗ്രഹത്തിൻ്റെ ഇടതുവശത്തൂടെയാണ് ദർശനമുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയും പഴക്കവും മറ്റു കാര്യങ്ങളെല്ലാം കണ്ണൻ സ്വാമി നമുക്കായി പറഞ്ഞു തരുന്നു. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ 600 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് ചരിത്രം പറയുന്നത്. മൊത്തം ഈ ഭാഗം മുഴുവൻ കാടായിരുന്നു എന്നും ദളിതശ്രീ വിറക് ശേഖരിക്കാൻ വന്നപ്പോൾ ശീലയിൽ ഒരച്ചപ്പോൾ രക്തം വാർന്ന് അവിടെ നിന്നാണ് ദൈവസാന്നിധ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രം കോഴിക്കോട് സാമൂതിരി കോവിലകം, പുതിയ കോവിലകം, വലിയ തമ്പുരാട്ടി അവരുടെ അർഹതയിലുള്ളതാണ്. അവർക്ക് അർഹതപ്പെട്ടതാണ് ഈ ക്ഷേത്രം. അവരാണ് പുതിയ കോവിലം, വലിയ തമ്പുരാട്ടി, അവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി. ഇപ്പോഴും നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഫിറ്റ് പേഴ്സൺ AK രാജാവാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ ചുമതലകളൊക്കെ വഹിച്ച് നടത്തുന്നത്. തന്ത്രി പ്രാധാന്യമുള്ള കൂടി ഒരു ക്ഷേത്രം കൂടിയാണ് പനാവൂർ പരമേശ്വരൻ നമ്പൂതിരി, കുട്ടൻ നമ്പൂതിരി എന്ന് പറയാം. അങ്ങേരാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി. വനദുർഗയാണ്, മാത്രമല്ല ജലദുർഗയാണ്. സ്വയം ഉത്ഭവിച്ചതാണ്. ജലത്തിൽ നിന്നും ഭഗവതി ഉത്ഭവിച്ച, സ്വയം രൂപമില്ല, സ്വയം ഉത്ഭവിച്ച ഒരു ശിലയാണ്.
ഒരു ഭാഗത്ത് തൃപ്പടിയിലായിരുന്നു കുളം, ക്ഷേത്രക്കുളം. അടുത്ത കാലത്താണ് കുറച്ച് സൗകര്യാദികൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി കുറച്ച് സൗകര്യാദികളാക്കിയെന്നേ ഉള്ളൂ. ഇതുവരെ തൃപ്പടിയിൽ തന്നെയായിരുന്നു ക്ഷേത്രക്കുളം. പ്രകൃതി കനിഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രകൃതി സൗന്ദര്യം ഉള്ള ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. ദേവസാന്നിധ്യം എന്ന് പറഞ്ഞാൽ പരിപൂർണമാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളെ പറയുന്നതല്ല, എങ്കിലും കൂടി സ്വയം ഉത്ഭവിച്ച ഒരു ശക്തിയാണ്. വനത്തിൽ നിന്നും ജലത്തിൽ നിന്നും ഉത്ഭവിച്ച് വനത്തിലേക്ക് വന്ന ദേവി കാലുമടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ചെറിയ ഒരു കുട്ടിയായിട്ടാണ് സങ്കല്പം. കാലുമടക്കി താഴത്ത് ഒരു കാലും മടക്കി ജലത്തിലാണത്രേ കാലിൻ്റെ ഒരു ഭാഗം കുത്തിയിരിക്കുന്നത്. ജലദുർഗയായിട്ടും വനദുർഗയായിട്ടാണ്, ശാന്തസ്വരൂപിണിയാണ്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ്. ചുറ്റും വള്ളിപ്പടർപ്പുകൾ കൊണ്ട് ആണ് ഈ ക്ഷേത്രം. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇങ്ങനൊരു ക്ഷേത്രമൊന്നും വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും, പാലക്കാടൊന്നും വേറെ ഇല്ല എന്നുള്ളതാണ്. ക്ഷേത്ര ദർശനം എന്നുള്ള സീരീസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ പുതിയ ഇതേപോലത്തെ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ കാണിച്ചു തരാം എല്ലാവർക്കും അല്ലേ. കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ക്ഷേത്രം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സങ്കല്പം അല്ലെ, വനദുർഗ എന്ന് പറയുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും, അത് ഷുവർ തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ചൊരു കുളിർമയും അറിയില്ല, എന്തൊക്കെയോ ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം. ഒരു കൂടുതൽ വിശേഷങ്ങൾ. ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരു നമ്പീശൻ നടയുണ്ട്. ഇവിടുത്തെ ഐതിഹ്യം എന്താന്നുള്ളത് ശ്രീ കണ്ണൻ സ്വാമിയോട് നമുക്ക് ചോദിക്കാം. നമ്പീശൻ കന്യാർകളി 5 ദിവസത്തെ പാട്ടെഴുതിയ ആള് നമ്പീശൻ എന്നാണ് സങ്കല്പം. അങ്ങേരെ ഈ പാട്ട് എഴുതി ഭഗവതിയെ കേൾപ്പിച്ചു അത്രേ. ആ കേൾപ്പിച്ചപ്പോൾ ഭഗവതിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി. അപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ടു നമ്പീശൻ്റെ ആ കന്യാർകളി പാട്ടിൽ നിന്നാണ് സങ്കല്പം. അപ്പോൾ ദേവി നമ്പീശനെ ഇവിടെ കുടിയിരുത്തിയതാണ്. നമ്പീശനെ തൊഴുത ശേഷം എന്നെ തൊഴുതാൽ മതി എന്നാണ് സങ്കല്പം. ആദ്യം ഭക്തജനങ്ങൾ ആദ്യം നമ്പീശനെ അവിടെ തൊഴുത് അതിന് ശേഷം വലം വെച്ച് പിന്നീട് ദേവിയെ തൊഴുതു. അതാണ് ഇവിടെയും വർഷത്തിൽ ഒറ്റ ദിവസമേ പൂജയുള്ളൂ നമ്പീശന്. അത് ശാന്തിക്കാരൻ ഒരു ദിവസം കഴിക്കുന്ന ഒറ്റ ദൈവം. നമ്പീശൻ നടയുടെ അടുത്ത് തന്നെ കുറേ ചട്ടികൾ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് സ്റ്റോർ റൂമിൽ നിറയെ ചട്ടികൾ കണ്ടിരുന്നു. അപ്പം ഇതേപോലത്തെ ചട്ടികളാണ് ഇവിടെ നൈവേദ്യം വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇത് ഒരു തവണയാണ് വെക്കുക. നമ്മൾ ചട്ടിയിൽ നൈവേദ്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തവണ ഈ ചട്ടി ഉപയോഗിക്കുള്ളൂ. അതുമാത്രമല്ല, നമുക്ക് 8, 16 അങ്ങനെ കണക്കുകളുണ്ട്. 101 അങ്ങനെയുള്ള ചട്ടി നിവേദ്യം എന്നാണ് ഇവിടുത്തെ വഴിപാടിനെ പറയാം. നമ്മൾ 8 ചട്ടിയുള്ള ആ നിവേദ്യമാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ 8ൽ 1 കുളത്തിലേക്ക് ഇടണം എന്നുള്ളതാണ്. 16 ചട്ടിയാണ് നിവേദിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ 2 ചട്ടി കുളത്തിലേക്ക് എറിയണം. നിവേദ്യത്തോടു കൂടിയിട്ടാണ് എറിയുക. ഇങ്ങനെ ഈ കുളത്തിൽ ഒരു വർഷം എത്രയോ ചട്ടികൾ നമ്മൾ എറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഭക്തർക്ക്. അങ്ങനെ ആവുമ്പോഴാണ് ആ വഴിപാട് പൂർണ്ണമാകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാട് ചട്ടിവെപ്പാണ്. ചട്ടിയിലാണ് നിവേദ്യാദികൾ നിവേദിക്കുന്നത്. അത് 8, 16, 21, 51, 101 ഈ ക്രമത്തിലാണ് ചട്ടി വഴിപാട് നടത്തുക. ഒരു ചട്ടിക്ക് 1 വീതം പൂജിച്ച ശേഷം കുളത്തിലേക്ക് എറിയുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട്. നിവേദ്യത്തോടുകൂടി
കുളത്തിൻ്റെ അടിയിൽ വേറെ ഒരു കുളം ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം. അതാണ് ഇരട്ടക്കുളം എന്ന സ്ഥലനാമത്തിൻ്റെ ആധാരം. നമ്മൾ എറിയുന്ന ഈ പൂജിച്ച ശേഷം ഈ ചട്ടി 8-1 വീതം ഇങ്ങനെ എറിയുമ്പോൾ അത് ശേഷേ ആ പൂജ പൂർണ്ണമാവുള്ളൂ. ആ ചട്ടിവെപ്പിൻ്റെ പൂജ പൂർണ്ണമാവുന്ന വെച്ചാൽ 8 ചട്ടിക്ക് ഒരു ചട്ടിക്ക് നാഴിയേരി തോതിലാണ് നീതിയാദികൾ വയ്ക്കുക. 101 ചട്ടി വയ്ക്കുകയാണെന്ന് വെച്ചാൽ 101 നാഴി, 2.5 പറ നാഴി, ആ ക്രമത്തിലാണ് ഇതിൻ്റെ. പിന്നെ സ്വയം ഉത്ഭവിച്ച ശക്തിയാണ്. രാവിലെ ഒരു പൂജ, ഉച്ചയ്ക്ക് ഒരു പൂജ, 2 പൂജയാണ് സങ്കല്പം പൂജയായിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ പുറകുവശം നോക്കൂ. ഇത് പുറകിലത്തെ വഴിയാണ്. ഫുൾ വള്ളിപ്പടപ്പാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ക്ഷേത്രമാണ്. അല്ലെങ്കിലും നമ്മളുടെ ക്ഷേത്ര സങ്കല്പം അങ്ങനെയാണല്ലോ. നാഗാരാധന, വൃക്ഷാരാധന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയും. ഫുൾ വള്ളിപ്പടർപ്പും ഒക്കെ ആയിട്ട്. നോക്കൂ, മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുന്ന പോലെ ഒരു പ്രതീതി ഇല്ലേ? എന്ത് രസമല്ലേ. രസം എന്നുള്ളതിലുപരി ഒരു മനസംതൃപ്തിയൊക്കെയുള്ള ഒരു അങ്ങനെയാണ്. ഇനി ഇതപ്പോ ക്ഷേത്രത്തിന്റെ പിറകിലൂടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ നമുക്ക് കയ്യിൽ കെട്ടുന്നതിനായിട്ട് പൂജിച്ച ചരടുകളെല്ലാം ലഭിക്കുന്നതാണ് കേട്ടോ. ഈ സൈഡിലൊരു പ്രതിഷ്ഠയുണ്ട്. ഇതെന്താന്നുള്ളത് സ്വാമിയോട് ചോദിച്ചു നോക്കാം. ഉദരമാല ഭദ്രകാളി. ഇവിടെ വർഷത്തിൽ അതിശക്തിയാണ് ഈ ദേവിക്ക്. ഘോരവനാണ്, ഇടതൂർന്ന വനം. അവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഒറ്റ ദിവസമേ പൂജയുള്ളൂ. ഒരേ ഒരു ദിവസം മാത്രം, അത് ഈ പെരുമ്പൂശ ദിവസം. ആ ഒരു ദിവസം രാവിലെ ചെറിയൊരു പൂജയും അത്താഴത്തിന് ഒരു പൂജയും, 2 പൂജ. ഈ അല്ലാതെ വേറെ പൂജകളൊന്നും ഇവിടെ പ്രത്യേകിച്ച് വഴിപാടുകളോ ഈ നട തുറക്കലോ ഒന്നുമില്ല. വർഷത്തിൽ ഒറ്റ ദിവസം മാത്രം ഈ നട തുറന്ന് പൂജിക്കും. അതാണ്. കണ്ടോ, നടയ്ക്ക് മുൻവശം തന്നെ കുളമാണ്. ഈ കുളത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സ്വാമിത പറയുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ വേറെ ഒരു പ്രത്യേകത, മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് കുളത്തിലാണ് ഉറഞ്ഞിട്ടുള്ളത്. കാരണം ഇതൊക്കെ കിട്ടിയ ശേഷം ആ വസ്ത്രാദികളും ആടയാഭരണങ്ങളൊക്കെ ഇട്ട ശേഷം നടയിൽ നിന്ന് ഉറഞ്ഞ് തുള്ളി നേരെ ക്ഷേത്രക്കുളത്തിലാണ്. അങ്ങനെ മറ്റുള്ള ക്ഷേത്രത്തിൽ ഇത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതാം. മറ്റുള്ള ക്ഷേത്രത്തിൽ ഇങ്ങനെ വെളിച്ചപ്പാട് കുളത്തിൽ ഉറഞ്ഞു തുള്ളുന്നത് സമ്പ്രദായം ഇത് കേൾക്കുമ്പോൾ തന്നെ കൗതുകമായിരിക്കാം. കുളത്തിലാണ്. കുളം ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു 3 ആൾക്ക് വെള്ളം ഉണ്ടാവും ഈ ഭാഗത്ത്. ആ ഭാഗത്ത് ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടാണ് അങ്ങനെ. അതന്നെ ഏറ്റവും വലിയൊരു കൗതുകമാണ്. എങ്ങനെയാണ് അയാൾ അങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ, ഇറങ്ങി നോക്കിയാൽ അറിയാം 3 ആൾക്ക് വെള്ളമെങ്കിലും പിടിയുണ്ടാവും. അതിൽ അങ്ങേര് വാളിങ്ങനെ പിടിച്ചിട്ടാണ് ഉറയുക. അപ്പോൾ ഈ അങ്ങേര് അട്ടഹസിക്കുകയാണെന്ന് വെച്ചാൽ 1 കിലോമീറ്ററിൽ കൂടുതൽ കേൾക്കും എന്നുള്ളതാണ്. കേൾക്കുകയും ചെയ്യാം അട്ടഹസിക്കുമ്പോൾ. അതാണ്. പിന്നെ ചട്ടി 8-1 പൂജിച്ച് കുളത്തിൽ. മറ്റുള്ള ക്ഷേത്രത്തിന് വിഭിന്നമായിട്ടുള്ള ഒരു പൂജയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ ക്ഷേത്രവും നിവേദ്യ പൂജ സമയത്ത് അഗ്നികോണിലാണ് തൂവുക. ബലി തൂവുന്നത് അഗ്നികോണിലേക്കാണ് തൂവുക. പക്ഷേ ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ തൂവുന്നത് കുളത്തിലാണ് തൂവുക.
ഈ ക്ഷേത്രത്തിലെ എല്ലാ പൂജകളിലും ഓരോരോ പൂജകൾക്കും അതിൻ്റേതായ മറ്റുള്ള ക്ഷേത്രത്തെ അനുകരിച്ചുകൊണ്ടല്ല. ഈ ക്ഷേത്രത്തിലെല്ലാം വിഭിന്നമാണ്. കുളത്തിലാ പൂവ്, ബാക്കിയുള്ളതൊക്കെ പൂജകളുടെ ഇതൊക്കെ ഒന്നാണെങ്കിലും ആചാരങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്, പല വ്യത്യാസങ്ങൾ. ഇവിടുത്തെ ചടങ്ങുകളുടെ വാദ്യോപകരണങ്ങളെ പറ്റി നമുക്ക് അറിഞ്ഞാലോ? ഈ ക്ഷേത്രത്തിൽ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെണ്ടവാദ്യം ഉപയോഗിക്കില്ല. കലശാദികൾക്ക് ഏതിനാണ് കലശം നിറയ്ക്കുമ്പോൾ, മറ്റുള്ള ക്ഷേത്രത്തിലൊക്കെ കലശം നിറയ്ക്കുമ്പോൾ വലന്തല സാധാരണ ശബ്ദിക്കാറുണ്ട്, കലശാടുമ്പോൾ വലന്തല. പക്ഷേ ഇവിടെ എല്ലാം ഇടയ്ക്കാ ഉപയോഗിക്കുക. അതിനൊരു കാരണം കൂടിയുണ്ട്, പ്രത്യേകത അവരുണ്ട്. ഇവിടെ ചെതലി രാമമാരാർക്കായിരുന്നു അടിയന്തരം. 1980 ഈ സ്ഥലത്തിൽ പണ്ട് ഇവിടെ ഈ കെട്ടിടം ഉണ്ടായിരുന്നില്ല, താഴത്താണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് കലശം നിറക്കാൻ തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂരി, ഞാൻ അന്ന് 1980, അതായത് 40 വർഷത്തിന് താഴെ. അപ്പോൾ മാരാർ കലശം കൊട്ടാന്ന് പറഞ്ഞപ്പോൾ മാരാർ ചെണ്ടയെടുത്തു, വലന്തര ചെതലി രാമാരാർ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാരാരെ ചെണ്ട ഉപയോഗിക്കാറില്ലല്ലോ. അല്ല, അത് സ്വാമി നമുക്കത് ഇപ്പോൾ ഉപയോഗിച്ച് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ തന്ത്രി പറഞ്ഞു, ഞാൻ ഇതിന് ഉത്തരവാദിയല്ല, രാമാരാരെ ഇല്ലാത്തത് അരുതാത്തതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ദേവിയാണല്ലോ ഇതിനൊക്കെ കാരണം. രാമാര് ചെണ്ട കൊട്ടാൻ തുടങ്ങിയതും ചെണ്ട രണ്ടായി പൊളിഞ്ഞു. പിന്നെ അയാൾ താഴത്തെ ചെണ്ട വെച്ചിട്ട് ആദ്യം തന്ത്രിയോട് പറഞ്ഞു, ഞാൻ ഉള്ളിൽ പോയി ആദ്യം നടക്കിപ്പോയി ആദ്യം അങ്ങേരെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് തെറ്റു പറഞ്ഞു വന്നു. പക്ഷേ എത്ര തെറ്റു പറഞ്ഞിട്ടും അയാൾക്ക് മതിയായില്ല. കാരണം ചെയ്യാൻ പാടില്ലാത്തത് ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് കലശം നിറയ്ക്കുമ്പോഴും കലശാടുമ്പോഴും പൂജയ്ക്കും എല്ലാം ഇടയ്ക്കേ ഉപയോഗിക്കുക. പിന്നെ നവരാത്രി കാലത്ത് മാത്രം നാദസ്വരം, ശബ്ദം കുറച്ച് നാദസ്വരം ഉപയോഗിക്കും. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചെണ്ട. യാതൊരു കാരണവശാലും ഉത്സവാദികൾ, വേറെ വല്ല ഉത്സവാദികൾ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ പോലും അവിടെ കുറച്ച് ദൂരം ചെണ്ട കൊട്ടൻ നിർത്തി കുറേ ദൂരം കഴിഞ്ഞിട്ട് ഈ ചെണ്ടവാദ്യം തന്നു. ഇപ്പോൾ മറ്റുള്ള ക്ഷേത്രത്തിൽ വല്ല ഘോഷയാത്രയോ വല്ലതും പോവുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു 100 മീറ്റർ മുമ്പ് ചെണ്ട നിർത്തും. പിന്നെ 100 മീറ്റർ കഴിഞ്ഞിട്ട് ചെണ്ട തുടങ്ങും. ചെണ്ടവാദ്യം അങ്ങനെ വല്ലതുണ്ട് വെച്ചാൽ വല്ല ആഘോഷങ്ങളോ വല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ കൂടി അവർ ചെണ്ട കൊട്ടാറുണ്ട്. ഇനി നമുക്ക് ശ്രീലകത്തെ പറ്റി മനസ്സിലാക്കാം. ശ്രീലകം പറയുന്നത് വലിയൊരിതാണ്, ഘോരവനാണ്. അതായത് വെള്ളിക്കാവ് എന്ന് പറയുന്നത് ശ്രീലകത്തെയും കുളത്തിൻ്റെ ഒരു വശത്തെയും മൊത്തം ആവരണം ചെയ്തിരിക്കുകയാണ് വെള്ളിക്കാവ്. പലവിധ പക്ഷികളും പിന്നെ പലവിധ ഇഴജാതികളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ സസുഖം വാഴുകയാണ്. മറ്റുള്ള ഭക്തജനങ്ങൾക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള പക്ഷികൾ പോലും ഞങ്ങൾക്ക് മാത്രമേ കാണുന്ന ചില പക്ഷികളുണ്ട്. അതൊക്കെ ദുർലഭമാണ്. അങ്ങനത്തെ ഒരു ഇതൊക്കെ എല്ലാവരും ഇതേ നോക്കുന്നുണ്ടാവും, കാണില്ല. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ അതിനെ കാണാൻ പറ്റും. അങ്ങനത്തെ പക്ഷികളൊക്കെ അതൊക്കെ അപൂർവമാണ്, ഘോരവനാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ കാണുന്ന ഇതൊക്കെ ഓരോരുത്തർ ഗൃഹനിർമ്മാണത്തിന് ശേഷം ഇങ്ങനെ അവർ ഇതിൽ ചില സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിലൊക്കെ പക്ഷികൾ കൂട് കെട്ടിയിട്ടുണ്ടാവും. ഇതിലൊക്കെ പക്ഷികളോ ഇതൊക്കെ ആയിരിക്കാം ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുക. താമസക്കാർ ഗൃഹമാണ്, അവർ ഭക്തജനങ്ങൾ അവർ വഴിപാട് വെച്ചതാണ്. പക്ഷേ ഇതിൽ പിന്നീട് താമസിക്കുന്നത് പക്ഷികളോ ചെറിയ ചെറിയ പക്ഷികളൊക്കെ ആയിരിക്കാം ഇതിൽ. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ ഗോപുരത്തിലേക്ക് പോകാം. ആര് കണ്ടാലും നോക്കി നിൽക്കുന്ന ഒരു അത്യുഗ്രൻ ഗോപുരം തന്നെയാണ് കേട്ടോ. ഈ ഗോപുരം ഒരു ഭക്തൻ്റെ മുഴുവൻ സംഭാവനയാണ്. ഈ ഗോപുരം
പാലക്കാട് ജില്ലയിൽ എണ്ണപ്പെട്ട ഗോപുരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത്. വളരെ ദുർലഭ ക്ഷേത്രങ്ങളിലെ കേരള സമ്പ്രദായത്തിലുള്ള ഗോപുരമുള്ളൂ. അതിൽ ഇത് പ്രത്യേകിച്ചിട്ട് 36 അടി ഉയരവും 25 അടി വീതിയുമുള്ള, ആന തിടമ്പോ ഒന്നും തല കുനിക്കാതെ ഉള്ളിലേക്ക് കയറി വരാനുള്ള അത്രയും വിശാലമായിട്ടുള്ള ഗോപുരമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുളത്തു നിന്നാണ് കെട്ടിപ്പൊങ്ങിച്ചത്. ഇതിൻ്റെ അടിഭാഗം കുളമായിരുന്നു ഇവിടെയൊക്കെ. കുളത്തു നിന്നാണ്. എഞ്ചിനീയർ പറഞ്ഞു ഇത് വേറെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഭക്തനെ ഗോപുരം കെട്ടുകയും വേണം, ഇവിടെ സ്ഥലവും ഇല്ല, കുളമാണ് ഇത്. ഈ കുളത്തിൽ നിന്ന് ഈ ഭാഗം മുഴുവൻ കുളമായിരുന്നു. ഭക്തന് ഗോപുരം കെട്ടുകയും വേണം, ഇവിടെയാണ് സ്ഥലം കമ്മി. അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു ആദ്യം നമുക്ക് ഗോപുരം കുളത്തിൽ നിന്നാണ്. ബേസ്മെൻറ്റ് മുകളിൽ വരാൻ തന്നെ നല്ലൊരു ചിലവ് വന്നു. നമ്മൾ വിചാരിച്ച അത്ര ഉള്ള ഒരു ഗോപുരം വേണവുമാണ്. ഇത്രയും വലിയൊരു ഗോപുരം, മുകളിലൊരു ഹാളിൻ്റെ അത്ര വലിപ്പമുണ്ട്. ഇത്രയും ഒരു നല്ലൊരു ഗോപുരം, ഒത്തിണങ്ങിയ ഒരു ഗോപുരം തന്നെ പറയാം. അതിൻ്റെ ഉയരത്തിനനുസരിച്ചുള്ള അതിൻ്റെ വിത്ത്, അതായത് അതിൻ്റെ വീതിയും എല്ലാം കൂടെ ശാസ്ത്രോക്ത പ്രകാരം പാതുകം, ജഗതി, കുമുദകം, ദളം, പടി, വേദിക, ഘനദ്വാരങ്ങൾ എല്ലാം കൃത്യമായിട്ട് കോട്ടായിൽ നിന്നല്ല, പാലക്കാട് ജില്ലക്കാർക്ക് തന്നെ അഭിമാനിക്കാനുള്ള വകയുള്ള ഒരു ഗോപുരമാണ്. നല്ലപോലെ അഭിമാനിക്കാം ഇതിൽ. പ്രത്യേകിച്ച് ഉളുനെല്ലിയിലും കോട്ടായിലുള്ള എല്ലാവർക്കും, ഈ പ്രദേശത്തിലെ കോട്ടായി ജനങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് നല്ലപോലെ അഭിമാനിക്കാനുള്ള ഒരു ഗോപുരമാണത്. എടുത്തു പറയത്തക്കതാണ്. ഈ ഗോപുരത്തിനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റ് ഹൗസ് കണ്ടു, പിന്നെ ഒരു സ്റ്റോർ റൂമും. അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഭക്തജനങ്ങൾക്ക് വന്ന പുറം സംസ്ഥാനങ്ങൾ, മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനോ ഒന്ന് ബാത്റൂമിലേക്ക് പോകാനോ വേണ്ടിയിട്ടുള്ള റെസ്റ്റ് ഹൗസാണ്. കുറേ നേരം താമസിക്കാനോ, അവിടുന്ന് ദൂരത്തുനിന്ന് വരുന്നവർക്ക്, ചിലപ്പോൾ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുന്നവരെ ഭക്ഷണമൊക്കെ അവർ ഉണ്ടാക്കിക്കൊണ്ടുവരും. അപ്പോൾ കുറേ നേരം റൂമിലിരുന്ന് ഭഗവതിയൊക്കെ തൊഴുത ശേഷം റൂമിലിരുന്ന് ഒരു നേരം ഒന്ന് ആഹാരം കഴിക്കാനോ ഒന്ന് വിശ്രമിക്കാനോ വേണ്ടിയിട്ടുള്ള വിശ്രമമുണ്ട് അത്. പിന്നെ കല്യാണാദികൾ വരുമ്പോൾ സ്ത്രീകൾക്ക് ഒരു നേരം വസ്ത്രം മാറ്റാനോ എന്തിനെങ്കിലുമൊക്കെ ഉള്ള സൗകര്യമാണ്. ഭക്തജനങ്ങൾക്കുള്ള ബാത്റൂമുകൾ, ജീവനക്കാർക്കുള്ള ബാത്റൂമുകൾ, എല്ലാ സൗകര്യാദികളും. ഞാൻ നേരത്തെ പ്രത്യേകിച്ച് ഒരു വഴിപാട് പറയുണ്ടായി. ചട്ടി വഴിപാടാണ് പ്രധാന വഴിപാട്. ഇതുതന്നെയാണ് ചട്ടികൾ. ഇത് ഒരു പ്രാവശ്യം ഇതിൽ നേദ്യാദികൾ ഇതിൽ നിറച്ച് നേദിക്കും. ഇതില് അത് തള്ളച്ചട്ടി എന്നും ഇത് കുട്ടികളായിട്ടാണ് പിള്ളച്ചട്ടി എന്നാണ് സങ്കല്പം. ഇത് 1, ഇത് 7, അങ്ങനെയാണ് ഗുണിതങ്ങൾ. 1296 ഒരു ചെറുതും വലുത് വെച്ചാൽ ബാക്കിയുള്ളത് ചെറിയ ചട്ടിയിലേക്ക്. എന്നിട്ട് ചട്ടിയോടെ കൂടിയിട്ടാണ്. അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മുമ്പ് സ്വർണ്ണപാത്രത്തിലായിരുന്നു അത്ര ഭഗവതിക്ക് നൈവേദ്യാദികൾ നിവേദിച്ചിരുന്നത്. ഇക്കാലത്ത് അതിൻ്റെ ദൗർലഭ്യം കാരണമാണോ എന്താ അറിയില്ല. ചട്ടി സംസ്കൃതത്തിൽ ഞങ്ങൾ പറയുന്നത് സുവർണമയ പാത്രം എന്നാ പറയാം. സുവർണമയ പാത്രം ഈ മണ്ണിലെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. പഞ്ചലോഹങ്ങൾ, സ്വർണത്തിൻ്റെ അംശാദികളെല്ലാം അടങ്ങിയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം പൂജിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ 2ാം പ്രാവശ്യം അത് ഉപയോഗിക്കില്ല. 2ാം പ്രാവശ്യം അത് ഭക്തജനങ്ങൾ കുറച്ച് കൊണ്ടുപോവുക. അപ്പോൾ ബാക്കിയുള്ള ആർക്കെങ്കിലുമൊക്കെ ഭക്തജനങ്ങൾ വഴിപാടുകാർ കഴിച്ച് ബാക്കിയുള്ള ഭക്തജനങ്ങൾക്ക് ഈ നിവേദ്യാദികളൊക്കെ 8-1, 8 എണ്ണത്തിന് 1 എണ്ണം നിവേദ്യാദികളോടുകൂടി നിവേദ്യം നിറച്ച് പൂജിച്ച ശേഷം നിവേദ്യാദികളോടുകൂടി തൃപ്പടിയിലുള്ള ദേവിക്ക് ജലദുർഗയായിട്ടാണ് സങ്കല്പം. ഉള്ളിൽ ഇങ്ങേപ്പുറത്ത് വനദുർഗയും. ആ കുളത്തിൽ ദേവിക്ക് സമർപ്പിച്ചാലേ പൂജ പൂർണ്ണമാകുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ. ഇത് ധാരാളം വഴിപാട് കഴിയുന്നതാണ്, കുറച്ചൊന്നുമല്ല. ഭക്തജനങ്ങളുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കാണ് ഈ ചട്ടി വഴിപാട്. കുട്ടികൾ, അവരെ മക്കള്, ഉദ്യോഗം, വിദ്യാഭ്യാസം, ഇങ്ങനെ ഓരോരോ കാര്യം അവരവർ ഉദ്ദേശിച്ചത്, സന്താനലബ്ധി, ഇങ്ങനെ ഓരോരോ കാര്യം അതാതാ വർഷങ്ങളുള്ള കാര്യസിദ്ധിക്ക്
ഈ വഴിപാട് കഴിക്കും. അവരവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് 8 ചട്ടി കഴിക്കുന്നവരുണ്ട്, 16 കഴിക്കുന്നവരുണ്ട്, 21 കഴിക്കുന്നവരുണ്ട്, 51, 101, 1008 ചട്ടി വരെ കഴിക്കുന്നവരുമുണ്ട്. മണ്ഡലകാലത്ത് ചട്ടി വെക്കില്ല. മണ്ഡലം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ വ്യാഴാഴ്ച രാത്രി അത്താഴപൂജയോട് കൂടിയിട്ടാണ് ചട്ടി എടുത്ത് പുനരാരംഭിക്കുക. ഈ മണ്ഡലം വൃശ്ചികമാസം 1-ാം തീയതി മുതൽ പെരുമ്പൂശ പറയുന്ന ദിവസം പെരുമ്പൂശ വരെ, പെരുമ്പൂജ ദിവസം അത്താഴ പൂജയ്ക്ക് അന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദേശക്കാർക്കൊക്കെ അവർ ഒരു ചട്ടിയിലാണ് അവർ ഒരു ചട്ടിയാണ് വഴിപാട്. അന്നത്തെ അവർക്ക് മാത്രം കുറച്ച് ആൾക്കാർക്ക് ഇതിൻ്റെ അവകാശികളുണ്ട്. അവരൊക്കെ ഓരോരോ ചട്ടി ഒരു ചട്ടി നേടിയ അങ്ങനെയാണ് പൂജിക്കുക. അന്നത്തെ ഒരു ദിവസം 1000-1500 ചട്ടിയോളം വഴിപാട് നടക്കും. അന്നാണ് ഏറ്റവും കൂടുതൽ നടക്കുക. 1000 ചട്ടി എന്ന് വെച്ചാൽ 26 പറയാരി നിവേദ്യം. ഒന്നുകൂടി അഭിമാനിക്കാം, പാലക്കാട് ജില്ലയിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ നിവേദ്യം വെച്ച് നിവേദിക്കുന്ന ഏക ക്ഷേത്രം പാലക്കാട് തന്നെ അഭിമാനമായിട്ട് തന്നെ പറയാം. പാലക്കാട് ജില്ലയിൽ ഇത്രയും നൈവേദ്യാദികൾ വെച്ച് നൈവേദിക്കുന്ന ഏക ക്ഷേത്രം യക്ഷോണാര ക്ഷേത്രമാണ്. ശാന്തിവൃത്തി ഇവിടെ പാരമ്പര്യമാണ്. ഏത് കാലത്ത് എത്ര നൂറ്റാണ്ടായി എന്നുള്ളത് തന്നെ ഒരു ഇതുമില്ല. എത്ര കാലങ്ങളായിട്ടായിരിക്കാം എന്നുള്ളത്. ഞാൻ പൂജിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പം 43 വർഷത്തോളമായി. അപ്പോൾ മകനാണ് കൂടുതലായിട്ട് പൂജിക്കുക, പരമേശ്വരൻ ശ്രീരാം എന്നാ പറയും. അങ്ങേരാണ്. കാരണം ഞങ്ങൾക്ക് അടുത്ത തലമുറ ഇയാളുടെ അതായത് എൻ്റെ പേരക്കുട്ടിയും പൂജിക്കാൻ തുടങ്ങി. ഞങ്ങൾ വേദവും ഒപ്പൻ അഭ്യസിപ്പിക്കും. ഇതിൻ്റെ കൂടെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ചെറിയ കാലം മുതൽ തന്നെ വേദവും അഭ്യസിപ്പിക്കും. അപ്പോൾ അയാളാണ് അടുത്ത ഏട്ടക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി. ഇതാണ് ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടർ. ക്ഷേത്ര ജീവനക്കാരെയൊക്കെ പറ്റിയിട്ടൊന്ന് നമുക്ക് അറിഞ്ഞാലോ? 10 ഇവിടെ തന്നെ 10 ജീവനക്കാരുണ്ട്. ഈ മേശാന്തി, ഈശാന്തി, അല്ലാതെ പാരമ്പര്യശാന്തി, മാരാര്, ഓഫീസിലുള്ള 2-3 ജീവനക്കാരുണ്ട്, സിറ്റ് പേഴ്സൺ ഉണ്ട്, ഹെഡ് ക്ലർക്കുണ്ട്, ക്ലർക്കുണ്ട്, അടിച്ചുതെളിയുണ്ട്, വാരരുണ്ട്. 10 ജീവനക്കാരോളം ഉണ്ട്. ഇതിലെന്താ ചോദിച്ചാൽ വേറെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ഇനിയൊരു സന്ദർഭത്തിൽ കൂടി നമുക്കതിനെ ആവർത്തിക്കാം. ഇതിൻ്റെ ഇവിടുത്തെ ഉത്സവാദികൾ പെരുമ്പൂശ ഞാൻ പറയുണ്ടായി. പക്ഷേ ധാരാളം ഉത്സവമുള്ള പാലക്കാട് ജില്ലയിൽ തന്നെ എന്ന് പറയാം ഏറ്റവും കൂടുതൽ ഉത്സവമുള്ള ഒരു ക്ഷേത്രമാണ്. ഉത്സവങ്ങൾ മുഴുവൻ നമ്മുടെ തന്നെയാണ്. അങ്ങേപ്പുറത്തെ ഒരു ക്ഷേത്രമുണ്ട്, പുളുന്നല്ലി അഞ്ചുമൂർത്തി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നമുക്കിത് നടത്തുക. ഒരു സന്ദർഭത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ വിവരണം കൂടി ഭക്തജനങ്ങളിൽ എത്തിക്കുന്നതാണ്. മറ്റുള്ള ക്ഷേത്രത്തിൻ്റെ അതേ തന്നെയാണ് ഇവിടുത്തെ വഴിപാട് വിവരങ്ങളും. എങ്കിലും നമുക്ക് ഇവിടെ 2 കാര്യാദികളാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഒന്ന്, നരമുടി. കുട്ടികളിൽ മറ്റുള്ള ക്ഷേത്രത്തിൽ ഇല്ലാത്തൊരു വഴിപാടാണ് നരമുടി. അതായത് നിവേദ്യത്തിന് മുകളിൽ നാളികേരം വെച്ച് അതാണ് പൂജിക്കുന്നത്. അതൊരു പ്രത്യേക കുട്ടികളുടെ അസുഖാദികൾക്കോ കുട്ടികൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു വഴിപാടാണ് ഈ നരമുടി. പിന്നെ ചട്ടിവെപ്പ് മറ്റുള്ള ക്ഷേത്രത്തിൽ ഇല്ലാത്ത തന്നെയാണെന്ന് പറയാം. മറ്റുള്ള ഒരു ക്ഷേത്രത്തിലും ഈ ചട്ടി വഴിപാട്, അതായത് മണ്ഡലകാലം അല്ലാതെ മിക്ക ദിവസങ്ങളും ഈ വഴിപാടുകൾ ചട്ടി വഴിപാടുകളിലുള്ള ക്ഷേത്രമാണ് ഇത്. ഇപ്പോൾ ഈ കൊറോണ കാലം ആയതുകൊണ്ട് അന്യസംസ്ഥാനങ്ങളിലുള്ളവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈനിലൂടെയാണ് വഴിപാടുകൾ അവർ വിവരം ഇറക്കി അവർ ബാങ്ക് അക്കൗണ്ട് മുഖാന്തരം ഇതിൻ്റെ സംഖ്യ അടച്ച് ഞങ്ങൾ കൃത്യമായിട്ട് വഴിപാട് നടത്തി
അവർക്ക് പ്രസാദം അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പൂർണ്ണ വിവരം ഞങ്ങളുടെ ഇതിൻ്റെ താഴത്ത് തന്നെ ഇതിൻ്റെ ഫോൺ നമ്പറുകളൊക്കെ ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള ക്ഷേത്ര ജീവനക്കാരുടെ ഫോൺ നമ്പറുകൾ ഇതിൻ്റെ താഴത്ത് ഞങ്ങൾ തരാം. നിങ്ങൾക്ക് വല്ല വഴിപാടുകൾ നടത്തണമെങ്കിൽ ഓഫീസിലുള്ള സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് വഴിപാട് വേണിച്ചാലും നടത്താൻ പറ്റും. ഇതിലുള്ള വഴിപാടുകൾ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരും ഈ വീഡിയോ പ്രത്യേകിച്ച് കാണണം. എല്ലാവർക്കും ഭഗവതിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇരട്ടക്കുളങ്ങര ക്ഷേത്ര വിശേഷങ്ങളിൽ കുറച്ച് ഭാഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ വന്ന് കണ്ട് അനുഭവിക്കുക എന്നുള്ളതാണ് അതിൽ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം എപ്പോഴും അങ്ങനെയാണല്ലോ, കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ പറയുക. ഇനിയും നമ്മളുടെ ഈ സീരീസിൽ പുണ്യം ദർശനം എന്നുള്ള സീരീസിൽ നിരവധി ക്ഷേത്രങ്ങൾ ഇതേപോലെ ഉൾപ്പെടുത്താനുള്ള പ്ലാനുണ്ട്. നിങ്ങളുടെ ഭാഗത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ ദയവായിട്ട് അറിയിക്കുക കേട്ടോ. എൻ്റെ നമ്പർ ഈ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ, നമ്മളിതിന് മുന്നേ ചെയ്ത വീഡിയോസും ഉണ്ടാവും. അതുമാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതോടൊപ്പം തന്നെ എൻ്റെ നമ്പർ ഏറ്റവും താഴത്തായിട്ടൊരു വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അതിൽ അറിയിക്കാം നിങ്ങൾക്ക്. അതുമാത്രമല്ല ഞാൻ ഈ പറഞ്ഞില്ല, ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അറിവുണ്ട് എന്ന് സമർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും പറഞ്ഞതിൽ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി പുറത്തുകൊണ്ട് അറിയുന്നവർ തിരുത്തി തരണം എന്നും കൂടെ അപേക്ഷിക്കുന്നു. അങ്ങനെ ചെയ്താലാണ് നമുക്കിനി അടുത്ത വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്തേ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ നിങ്ങളുടെ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിലൂടെ പറയണമെന്നുണ്ടെങ്കിലും ദയവായിട്ട് അറിയിക്കുക. പിന്നെ ഈ നമ്മുടെ ഈ സമയം എന്നുള്ളത് കൊറോണ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പാലക്കാട് ജില്ലയത്തെ അറിയിച്ചാൽ മതി കേട്ടോ. കാരണം അങ്ങും മറ്റുള്ളവിടേക്കുള്ള യാത്രയും കാര്യങ്ങളും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. നമ്മളത്രയും നോക്കിയിട്ടാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ മാസ്ക് ഇടാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാസ്ക് കയ്യിലുണ്ട്. ഇവിടെ തിരക്കുകൾ ഇല്ലാത്തത് കൊണ്ടും വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് മാസ്ക് ഇടാതെ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും മാസ്ക് നിർബന്ധമായിട്ട് നല്ല സുരക്ഷിതത്വം, ഗവൺമെൻറ്റിൻ്റെ സുരക്ഷിതത്വ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ടത്. ഞാൻ ഈ തൽക്കാലം ഈ വീഡിയോ ഷൂട്ടിന് വേണ്ടി മാത്രമാണ് മാസ്ക് ഒഴിവാക്കിയിട്ടുള്ളത്. ഇത്ര നേരം ഇത് കണ്ടിരുന്നതിന് നന്ദി. പിന്നെ എൻ്റെ കൂടെ ഇന്നിപ്പോൾ ക്യാമറ ഗേളായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ അനിയത്തിയാണ്. മാളു സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അനിയത്തിക്ക്, സരിത എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുത്തത്. ഇന്നിപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ക്യാമറ വുമൻ സരിതയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ബൈ. ലോക സമസ്ത സുഖിനോ ഭവന്തു.